വൈദ്യുതക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച പശുക്കടവിലെ ചൂളപ്പറമ്പിൽ ബോബിയുടെ വീടിന് ജപ്തി ഭീഷണി. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നെടുത്ത ഭവന വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെ കമ്പനി കുറച്ചു ദിവസം മുൻപ് വീട്ടിൽ ജപ്തി നോട്ടീസ് പതിച്ചിരുന്നു. കഴിഞ്ഞ 8-ാം തീയതി മുതൽ വീടും സ്വത്തും കമ്പനിയുടെ കൈവശമാണെന്ന നോട്ടീസാണ് പതിച്ചത്. ഏത് സമയവും വീട് ഒഴിയേണ്ടി വന്നേക്കാം. അമ്മ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്ന 3 മക്കൾക്ക് കിടപ്പാടം കൂടി നഷ്ടപ്പെടുമെന്ന ആദിയാണ്. ബോബിയുടെ മൂത്ത മകൾ ഷിജിന ബാംഗ്ലൂരിൽ നഴ്സിംഗിന് പഠിക്കുകയാണ്. രണ്ടാമൻ ഷിബിൻ +2 വിദ്യാർത്ഥിയാണ്. ഇളയവൾ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏഞ്ചൽ. ഇടയ്ക്കിടെ ഇറങ്ങുന്ന വന്യമൃഗങ്ങൾ, മഴക്കാലത്തെ ഉരുൾപൊട്ടൽ ഭീഷണി, മണ്ണിടിച്ചിൽ, നിലത്ത് കാലൊന്നു കുത്തിയാൽ പൊതിയുന്ന അട്ടകൾ, ഇവയെല്ലാം ഈ കൊച്ചു വീടിന്റെ കൂടെയുള്ള ശേഷിപ്പുകളാണ്. പുറത്ത് ജോലിക്ക് പോകുന്ന അച്ഛൻ ഷിജു എപ്പോഴെങ്കിലുമാണ് വീട്ടിൽ വരിക. പശുവിനെ പോറ്റിയും ആടിനെ വളർത്തിയും മറ്റു ജോലികൾ ചെയ്തുമെല്ലാം ബോബിയാണ് ജീവിതത്തോട് പോരാടിയിരുന്നത്. സ്കൂൾ വിട്ടു വന്നാൽ അമ്മയ്ക്കൊപ്പം പശുവിനെ മേച്ചും പുല്ലരിഞ്ഞും മക്കളും ഒപ്പമുണ്ടാവുമായിരുന്നു. ഷിജുവിന്റെയും ബോബിയുടെയും പേരിലാണ് 2.5 ലക്ഷം രൂപ മഹീന്ദ്ര ഹോം ഫിനാൻസിൽ നിന്ന് വീടെടുക്കാനായി വായ്പ എടുത്തത്. 2.90 ലക്ഷം രൂപയോളം തിരിച്ചടച്ചിരുന്നെന്ന് ഷിജു പറയുന്നു. എന്റെ ഭാര്യ പശുവിനെ അഴിച്ചുവിട്ട് തീറ്റാൻ പോയതാണെന്നു. അപ്പോൾ ഈ വന്യമൃഗങ്ങളെ വേട്ടയാടുന്ന ഒരു സംഘം ആൾക്കാർ ലൈനിൽ നിന്ന് നേരിട്ട് കറണ്ട് എടുത്ത് പറമ്പിലേക്ക് ഷോക്ക് കൊടുത്തിരുന്നു. അതിൽ തട്ടിയാണ് എൻ്റെ ഭാര്യയും പശുവും മരിച്ചുപോയത്. അത് എൻ്റെ വീട്ടിൽ എല്ലാം വീടും നോക്കിക്കൊണ്ടിരുന്നതായിരുന്നു. ഇപ്പം ഞാൻ ഒറ്റയായി. വന്യമൃഗങ്ങളെ വേട്ടയാടുന്ന സംഘം ഇവിടെ ഉണ്ട്. അത് അവർ ഇങ്ങനെ കറണ്ട് നേരിട്ടെടുത്ത് ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ഇനി നാട്ടിൽ എവിടെ എനിക്ക് പറ്റിയ ഈ അവസ്ഥ നാട്ടിൽ വേറെ ആർക്കും ഉണ്ടാകരുത്. അത് ഉന്നത അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഏതായാലും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായി നാട്ടിലെ ജനങ്ങളും പോലീസുകാരും എല്ലാം സജീവമായി പ്രവർത്തിച്ച് ഏതായാലും കണ്ടെത്തി. അവരോടെല്ലാം എനിക്ക് ആത്മാർത്ഥമായ നന്ദിയുണ്ട്, കടപ്പാടും ഉണ്ടാവും. ഈ വീട്ടിൽ പ്രതികളെ പിടികൂടിയെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പോലീസുകാർ കറക്റ്റായി ഉത്തരവാദിത്തങ്ങൾ അവർ ചെയ്യും, അവരെ പിടിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. മഹീന്ദ്ര ഫൈനാൻസിൽ നിന്ന്, ഹൗസിംഗ് ഫൈനാൻസിൽ നിന്ന് ഒരു 2.5 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു. അത് 2.90 ഞാൻ തിരിച്ചടച്ചതാണ്. പിന്നെ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി, ഗൾഫിൽ പോയി കുടുങ്ങി. അങ്ങനെ അടവ് മുടങ്ങി. അവരിപ്പോൾ പറയുന്നത് 5 ലക്ഷം രൂപയും കൂടെ അടയ്ക്കണം എന്നും പറഞ്ഞ് ജപ്തി നോട്ടീസ് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പിള്ളേർ പഠിക്കുന്നുണ്ട്. കമ്പിയിട്ടിരിക്കുന്നതാണ്. ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു. ബാംഗ്ലൂർ. ഇത് 3-ാം ബസ്സാണ്. ഏതാണ്ട് ഈ വർഷത്തെ ഫീസിൻ്റെ പകുതി 70,000 രൂപയോളം ഇനി അടയ്ക്കാൻ ബാക്കിയുണ്ട്. വരുന്ന വർഷത്തേതും കിടക്കുകയാണ്. എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു അറിയില്ല. അപകടം പറ്റി ഷിജു കിടപ്പിലായതോടെ അടവ് മുടങ്ങി. ഇതാണ് ജപ്തിയിലേക്ക് നയിച്ചത്. ഇപ്പോൾ 5 ലക്ഷം രൂപയോളം അടയ്ക്കാനുണ്ടെന്നാണ് പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും വീടൊഴിയണമെന്ന ആശങ്കയിൽ കഴിയുമ്പോഴായിരുന്നു ബോബിയുടെ മരണവും. കൺമുന്നിലുള്ളത് കാണാൻ എന്തിന് ഫിലാഡൽഫിയ വരെ പോണം? ഫരീദ ഒപ്റ്റിക്സ് ഉള്ളപ്പോൾ ഇനി കാഴ്ചകൾക്കും തെളിമയേറും. ഫരീദ ഒപ്റ്റിക്സ് വടകര. ഇനി എല്ലാം തെളിഞ്ഞു കാണാം.